Hi my dear friends, welcome back. ഇന്ന് ഞാനൊരു വെഡ്ഡിംഗ് ഗൗൺ ഡിസൈൻ ചെയ്തെടുത്തേക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഫുൾ വർക്കായിട്ട് ഹെവി ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആയിരുന്നു. അപ്പം ഞാനൊരു അംബ്രല്ല കട്ടിങ് ഗൗൺ ഇന്നറായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പ്ലെയിൻ. പിന്നെ ഓവർകോട്ട് വരുന്നത് ഈ വർക്ക് മെറ്റീരിയൽ വെച്ചിട്ടാണ്. പിന്നെ ലൈസൊക്കെ വെച്ച് കൊടുത്ത് ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഫുൾ ഹെവി വർക്കായിരുന്നു കേട്ടോ മെറ്റീരിയൽ. അപ്പോൾ നമ്മൾ ഇന്നറായിട്ട് ഉപയോഗിച്ചത് ഗൗൺ സാറ്റിൻ്റെ മെറ്റീരിയലാണ്. പിന്നെ സ്റ്റിഫ് നെറ്റൊക്കെ വെച്ച് കൊടുത്ത് ഇന്നർ നമ്മൾ സ്റ്റിഫായിട്ട് തന്നെ ഗൗൺ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ നിറയെ ബീഡ് വർക്കുള്ള ഒരു നെറ്റിൻ്റെ മെറ്റീരിയലാണ് നമുക്ക് ഓവർകോട്ടായിട്ട് ചെയ്യാൻ കിട്ടിയത്. ഹെവി വർക്കായിരുന്നു, നല്ല വെയിറ്റ് ആയിരുന്നു, നല്ല പാടായിരുന്നു കേട്ടോ അത് ചെയ്തെടുക്കാൻ. അപ്പോൾ ഞാനതൊന്ന് നിങ്ങളെ എഫർട്ട് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് ജസ്റ്റ് ഞാൻ അതിൻ്റെ ഡിസൈനും കാര്യങ്ങളും ഒക്കെ ഒന്ന് പറഞ്ഞു പോകാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണ് ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ മെറ്റീരിയൽ വെച്ച് ഇതൊന്ന് ഫോൾഡ് ചെയ്തിടാനും കട്ട് ചെയ്തെടുക്കാനും ഒക്കെ മതിയായ പാടായിരുന്നു. അതുപോലെ ബീഡ്സ് നിറച്ച് ബീഡ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗത്തൊക്കെ ഉള്ള ബീഡ്സ് നമ്മൾ കട്ട് ചെയ്ത് പറിച്ച് ത്രെഡ് കട്ട് ചെയ്ത് കളഞ്ഞ് പറിച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് നമുക്ക് അംബ്രല്ല കട്ടിങ് ചെയ്യണമെങ്കിൽ രണ്ടായിട്ട് മടക്കി ഇടണം. അപ്പോൾ ആദ്യം ഞാൻ രണ്ടായിട്ട് മടക്കി എടുത്തിട്ടുണ്ട്. വെയിറ്റ് കാരണം നമുക്കിത് ഫുള്ളായിട്ട് ഒന്ന് വിടർത്തി എടുക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ രണ്ടായിട്ട് ഞാൻ മടക്കിയിട്ട് അവിടെ ഒക്കെ പിൻ ചെയ്ത് വെക്കുകയാണ് ചെയ്തത്. അതിൽ മടക്ക് മാറി പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ പിന്നീട് ഇത് വിടർത്തി എടുക്കുമ്പോൾ അത് മടക്ക് മാറി പോകാതിരിക്കാൻ വേണ്ടി ഇതുപോലെ ഫുള്ളായിട്ട് മെറ്റീരിയൽ എടുത്തിട്ട് രണ്ടായിട്ട് മടക്കിയിട്ട് പിൻ ചെയ്ത് കൊടുത്തു. പിന്നെ നമുക്ക് അംബ്രല്ല കട്ടിങ് ചെയ്യണമെങ്കിൽ ക്രോസ് വേണമല്ലോ. അപ്പോൾ അതൊന്നെടുത്ത് അടുത്ത ഫോൾഡിങ്ങിലേക്ക് വെച്ച് കൊടുത്ത് നമുക്ക് കരഭാഗമാണല്ലോ സൈഡ് വരുന്നത്. അപ്പോൾ ആ കരഭാഗത്തേക്ക് ഞാൻ ഈ പിൻ ചെയ്ത ഭാഗം എടുത്ത് വെച്ച് കൊടുത്തിട്ട് വീണ്ടും 4 പീസോടെ ഒരുമിച്ച് വെച്ചിട്ട് ജോയിൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ആ പിൻ അഴിച്ചിട്ട് പിന്നീട് ഈ 2 പീസുകളും അടുത്ത 2 പീസും തമ്മിൽ ജോയിൻ ചെയ്ത് 4 പീസോടെ ഒരുമിച്ച് കൊടുത്ത് പിൻ ചെയ്തെടുത്തു. അപ്പോൾ അങ്ങനെ പിൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ മെറ്റീരിയൽ അങ്ങോട്ടും ഇങ്ങോട്ടോ നമ്മൾ മടക്കുമ്പോൾ മാറിയാൽ സൈഡ് ഒരുമിച്ചിരിക്കും. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ നമുക്ക് സെൻറ്റർ ഭാഗം ഒരുമിച്ച് കിട്ടില്ല. സെൻറ്റർ കയറി ഇറങ്ങിപ്പോയാൽ നമ്മുടെ മെഷർമെൻ്റ് എല്ലാം തെറ്റിപ്പോകും. അപ്പോൾ ഞാൻ കോണായിട്ട് തന്നെ മടക്കിയിട്ട് ഇതുപോലെ മടക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ചുളിവില്ലാതെ വിടർത്തി എടുക്കണം. അപ്പോൾ നമുക്ക് ഇതുപോലെ പിൻ ചെയ്ത് എടുക്കുകയാണെങ്കിൽ ഇതുപോലെ വെയിറ്റൊക്കെ ഉള്ള മെറ്റീരിയൽ ആകുമ്പോൾ പിൻ ചെയ്ത് എടുക്കുകയാണെങ്കിൽ നമുക്ക് വിടർത്തി എടുക്കാൻ എളുപ്പമുണ്ടാകും. പിന്നെ ഉള്ളിലുള്ള ചുളിവെല്ലാം മാറ്റി കൊടുത്ത് ഞാൻ വിടർത്തി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് നേരത്തെ പണിയും കൊണ്ട് ഞാൻ എല്ലാം വിടർത്തി എടുത്ത് ചുളിവൊന്നുമില്ലാതെ നല്ല ഭംഗിയായിട്ട് ക്രോസായിട്ട് തന്നെ മടക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ സൈഡ് വരുന്ന ഭാഗം കരഭാഗം വരുന്നോടത്ത് നമ്മൾ പിൻ ചെയ്തിട്ടുണ്ട്. ഇനി മുകളിൽ കോൺ വരുന്ന ഭാഗത്ത് നമുക്ക് വേസ്റ്റിൻ്റെ മെഷർമെൻറ്റ് അടയാളപ്പെടുത്തി കൊടുക്കണം. ഇവിടെ വെള്ള മെറ്റീരിയലാണ്, അതുപോലെ നെറ്റിൻ്റെ മെറ്റീരിയൽ വരച്ചാൽ കാണത്തില്ലല്ലോ. അപ്പോൾ ഞാനിവിടെ അളവെടുത്ത് കൊടുത്ത് വരച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്കത് കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഇതുപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചെസ്റ്റ് അളവ് എടുത്തിട്ട് അതിൻ്റെ മെഷർമെൻറ്റ് നോക്കി പിന്നെ വേസ്റ്റ് കൊടുക്കുന്ന പല വീഡിയോയിൽ ഞാൻ ഈ വേസ്റ്റിൻ്റെ ഒക്കെ മെഷർമെൻറ്റ് എല്ലാം എങ്ങനെ എടുക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഈ വീഡിയോയിൽ ജസ്റ്റ് ഡിസൈൻ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം പറയുന്നതുകൊണ്ട് മെഷർമെൻ്റ് ഒന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ നമ്മുടെ വേസ്റ്റിൻ്റെ അവിടുത്തെ അളവ് കിട്ടാൻ പാകത്തിന് ആ കോൺ വരുന്നിടത്തിൽ അടയാളപ്പെടുത്തി കൊടുക്കുക. പിന്നെ നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അത് അടയാളപ്പെടുത്തി കൊടുക്കുക. അംബ്രല്ല കട്ടിങ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ്, അംബ്രല്ല കട്ടിങ് മോഡലിലാണ് ഈ ഓവർകോട്ടും ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ ലെങ്ത്തും പിന്നെ പ്ലസ് തയ്യൽ തുമ്പാടി ഞാൻ ഇവിടെ ഫോൾഡ് ചെയ്ത് മടക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് റോൾ ചെയ്തൊന്നും എടുക്കാൻ പറ്റത്തില്ല. മടക്കുന്നത് തന്നെ ഞാൻ തുന്നി കൊടുക്കുകയാണ് ചെയ്യുന്നത്. രണ്ടായിട്ട് മടക്കി കൈ കൊണ്ട് തുന്നി കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാനുള്ള തയ്യൽ തുമ്പോടെ എക്സ്ട്രാ ഇട്ട് കൊടുത്ത് നമുക്കിത് കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ വേസ്റ്റിൻ്റെ അവിടുത്തെ മെഷർമെൻറ്റ് കിട്ടാൻ പാകത്തിന് എടുക്കുക. ഇനി നമുക്ക് സെൻറ്റർ പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഫ്രണ്ട് ഫുൾ ഓപ്പൺ ആയിട്ടാണ് നമുക്കിത് വേണ്ടത്. അപ്പോൾ നമുക്ക് ഈ പിന്നുകളൊക്കെ ചെയ്തതെല്ലാം മാറ്റി അഴിച്ചെടുത്തിട്ട് ഒരു പീസ് അതിൻ്റെ ഉള്ളിൽ നിന്ന് മാറ്റി കൊടുത്തിട്ട് ഒരു പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഫോൾഡിങ് മാറ്റാതിരിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് കട്ട് ചെയ്യാൻ എളുപ്പമുണ്ട്. അപ്പോൾ ഞാൻ ഉള്ളിലുള്ള പീസ് മടങ്ങിയിരിക്കുകയാണല്ലോ. അപ്പോൾ പുറമേ ഉള്ള പീസിനെ എടുത്ത് മാറ്റിയിട്ട്
ഉള്ളിലുള്ള പീസിൻ്റെ സെൻറ്റർ പോർഷൻ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫ്രണ്ട് ഓപ്പൺ ആയിട്ടാണ് നമ്മളിത് ഡിസൈൻ ചെയ്തെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ പീസ് ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ബാക്കി വരുന്ന പോർഷൻസിൽ നിന്നാണ് നമ്മൾ ബോഡി പാർട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ അംബ്രല്ല കട്ടിങ് ഡ്രസ്സ് ചെയ്യുമ്പോൾ ആദ്യം സ്കേർട്ട് പോർഷൻ കട്ട് ചെയ്തെടുക്കുക. പിന്നെ നമുക്ക് അതിൻ്റെ കോൺ വരുന്ന ഭാഗത്തുനിന്ന് വേസ്റ്റ് വരുന്ന ഭാഗത്തുനിന്നൊക്കെ ബോഡി പാർട്ടും സ്ലീവും കട്ട് ചെയ്ത് എടുക്കാൻ കിട്ടും. അപ്പോൾ ഞാനിവിടെ ആദ്യം ബാക്ക് ബോഡിയാണ് വെട്ടുന്നത്. ഇവിടെ ബാക്ക് ബോഡിയാണ് ക്ലോസ് ആയിട്ട് വരുന്നത്, ഫ്രണ്ട് ബോഡിയാണ് ഓപ്പൺ ആയിട്ട് വരുന്നത്. അപ്പം ക്ലോസ് ആയിട്ട് വരാൻ പാകത്തിന് ഞാൻ മടക്കി ഇട്ട് കൊടുത്തിട്ട് ബാക്ക് ബോഡി ഷോൾഡറും ആം ഹോളും എല്ലാം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ബോഡിയുടെ ലെങ്ത്ത് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തയ്യൽ തുമ്പ് 1 ഇഞ്ച് കൂട്ടിയെടുക്കണം കേട്ടോ, നമുക്ക് ജോയിൻ ചെയ്തെടുക്കാനുള്ളതാണ്. പിന്നെ സൈഡ് ഷേപ്പ് വണ്ണം അടയാളപ്പെടുത്തി കൊടുക്കുക. പിന്നെ ഒരു 3/4 ഇഞ്ച് കർവ് ചെയ്ത് വളച്ച് വെട്ടി കൊടുക്കുക. സൈഡ് തൂക്കം വരാതെ, പ്രത്യേകിച്ച് വെയിറ്റുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് നമ്മൾ സൈഡ് തൂങ്ങി കിടക്കാതിരിക്കാൻ പിന്നെ മാർക്ക് ചെയ്ത പോർഷനിൽ കൂടെയൊക്കെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് സാധാരണ ഗൗൺ ചെയ്യുമ്പോൾ ബാക്ക് സിബ് ആയതുകൊണ്ട് ഞാൻ ഫ്രണ്ട് ബോഡിയാണ് ഇങ്ങനെ ചെയ്തെടുക്കാറ്. അപ്പോൾ ഇവിടെ ഓപ്പൺ ആക്കി കൊടുക്കേണ്ടത് ഫ്രണ്ട് ആയതുകൊണ്ട് നേരെ ആദ്യം ബാക്ക് ബോഡിയാണ് വെട്ടിയെടുക്കുന്നത്. ഇനി നമുക്ക് ഓപ്പൺ ആയിട്ട് വരുന്ന കരഭാഗത്തൊക്കെ വരുന്ന പോർഷൻ ഉണ്ടല്ലോ, അവിടെ ഇതുണ്ടോ 2 പീസുമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിത് ഫ്രണ്ട് ആക്കി എടുക്കാം. ഫ്രണ്ട് ഓപ്പൺ ആണ്. അപ്പോൾ നമ്മൾ സാധാരണ ഗൗൺ ചെയ്യുമ്പോൾ ഞാൻ ആദ്യം ഫ്രണ്ട് ബോഡി ക്ലോസ് ആയിട്ട് വെട്ടിയെടുത്തിട്ട് ബാക്ക് ബോഡി സിബ് വെക്കുന്നതോടാണ് ഇങ്ങനെ എടുക്കാറ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം തുണി കുറഞ്ഞ രീതിയിൽ എടുത്ത് ചെയ്യണമെങ്കിൽ ഇങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട് ബോഡിയും ബാക്ക് ബോഡിയും ഇതുപോലെ വെച്ച് കൊടുത്ത് കട്ട് ചെയ്ത് എടുക്കുക. വൈറ്റ് സർഫസാണ്, അതിൻ്റെ മുകളിൽ വൈറ്റ് മെറ്റീരിയലാണ്. നിങ്ങൾക്ക് ബോഡി പാർട്ട് കാണാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഞാനൊരു ബ്ലാക്ക് മെറ്റീരിയലിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് അവിടെ ഫ്രണ്ടിൽ നമുക്ക് എക്സ്ട്രാ കിടക്കുന്ന മെറ്റീരിയലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്തെടുക്കാം. അതുപോലെ ഞാൻ ആം ഹോളിൻ്റെ അവിടെയും ചെറിയ കയറ്റമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ലെവൽ ചെയ്തെടുത്തിട്ട് ബാക്ക് ബോഡി അങ്ങ് മാറ്റി വയ്ക്കുകയാണ്. ബാക്ക് ബോഡിയിൽ പ്രത്യേകിച്ച് കട്ടിങ് ഒന്നുമില്ല. നമുക്ക് ഫ്രണ്ടിൻ്റെ ആം ഹോളൊന്ന് കുഴിച്ച് വെട്ടി കൊടുക്കണം. അപ്പോൾ അതും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ടിൽ നെക്കിന് അകലമാണ് നോക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഒരു ലേസാണ് വെച്ച് കൊടുക്കണത്. അപ്പോൾ 2.5 ഇഞ്ച് അകലം മതി എനിക്ക് നെക്കിന്. ഇപ്പോൾ ലേസിൻ്റെ വിഡ്ത്ത് 1/2 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ 2.5 ഇഞ്ചും പിന്നെ ലേസ് വരുന്ന 1/2 ഇഞ്ചോടെ ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്ത് 3 ഇഞ്ച് വീതിയിൽ ഞാൻ നെക്കിൻ്റെ അവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 2.5 ഇഞ്ച് എടുത്താലും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ 3 ഇഞ്ചാണ് കിട്ടേണ്ടത്. അപ്പോൾ 1/2 ഇഞ്ചോടെ എക്സ്ട്രാ കളയാണ്. 1/2 ഇഞ്ച് നമുക്ക് കയറ്റം ലേസിൻ്റെ ഇങ്ങോട്ട് ഫ്രണ്ടിലേക്ക് കയറി വരുന്നുണ്ട്. അതുകൊണ്ട് 3 ഇഞ്ചിൽ ഞാൻ കട്ട് ചെയ്യുകയാണ്. അപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ 3.5 ഇഞ്ച് വരും. അപ്പോൾ ആ ലേസ് വെക്കുമ്പോൾ ആ 3 ഇഞ്ചിലേക്ക് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെ നമുക്ക് ലേസ് വെക്കാനുള്ള പോർഷൻസിലൊക്കെ നിറച്ച് ബീഡ്സാണ്. 2 ദിവസത്തെ വർക്കാണ് കേട്ടോ. ഒരാൾ മെനക്കെട്ട് 2 ദിവസം ഫുള്ള് ഇരുന്നിട്ടാണ് നമുക്ക് ഈ ഗൗൺ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റിയത്. കട്ടിങ് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു ദിവസം ബാക്കി ഡേ ഫുള്ള് ഞാൻ ഇതിൻ്റെ ബീഡ്സ് പറിക്കുമായിരുന്നു. ഞാനല്ല തയ്ച്ച ആൾ. അപ്പോൾ നമുക്കത് ബീഡ്സ് ഫുള്ള് ഇതുപോലെ ആ ത്രെഡ് ഇരിക്കുന്നോടം വെച്ച് ഫുള്ള് ബീഡ്സും നമ്മൾ കട്ട് ചെയ്ത് കളയണം. അങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അതുപോലെ ഇനി നമുക്ക് ബാക്കി വരുന്ന പോർഷനിൽ നിന്നും സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ സ്ലീവിന് 2ആയിട്ട് മടക്കിയ മെറ്റീരിയൽ ഒന്നുകൂടെ മടക്കി 4 ഫോൾഡാക്കി എടുക്കുക. ഫുൾ സ്ലീവാണ് വരുന്നത്. അപ്പോൾ ഫുൾ സ്ലീവിന് നമുക്ക് വേണ്ടുന്ന ലെങ്ത്തും അടി ഫോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള എക്സ്ട്രാ തയ്യൽ തുമ്പും ജോയിൻ ചെയ്തെടുക്കാനുള്ള തയ്യൽ തുമ്പോടെ ഇട്ട് കട്ട് ചെയ്ത് എടുക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് ഡബിൾ ഫോൾഡ് ചെയ്ത് എടുക്കണം. അപ്പോൾ ഇവിടെ 1 ഇഞ്ച് വീതിയിൽ നമുക്ക് ഇതിൻ്റെ ബീഡ്സ് പറിച്ച് കളയണം. അപ്പോൾ അങ്ങനെ നമ്മുടെ ബീഡ്സ് എല്ലാം പറിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ കൈക്കുഴിയിലേക്ക് വെച്ച് കൊടുക്കുന്ന പോർഷനും ബീഡ്സ് പറിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്ത് എടുക്കുകയാണ് വേണ്ടത്. ബീഡ്സ് മാത്രമല്ല ഉണ്ടായിരുന്നത്, കട്ട് ബീഡ് ഉണ്ടായിരുന്നു, സീക്വൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതുപോലെ കണ്ടോ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഗ്യാപ്പിട്ട് എല്ലാ ബീഡ്സും നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട്. ഇത് 2-ാം ദിവസമാണ് കേട്ടോ. തലേ ദിവസം മൊത്തം ബീഡ്സ് പറിക്കലായിരുന്നു പണി. ഇത് 2-ാം ദിവസമാണ്. അപ്പോൾ നമ്മളെല്ലാം ജോയിൻ ചെയ്യുന്ന പോർഷനിലെല്ലാം 1/2 ഇഞ്ച് ഇട്ട് നമ്മൾ ബീഡ്സ് പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടിലൊക്കെ നമ്മൾ ഫോൾഡ് ചെയ്യുന്നില്ല, ജസ്റ്റ് നെറ്റ് ആയതുകൊണ്ട് മടക്കി അടിക്കേണ്ട കാര്യമൊന്നുമില്ല, നൂല് പോകത്തില്ല. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ലേസ് വെച്ച് കൊടുക്കാനുള്ള ഗ്യാപ്പ് മാത്രമാണ് എടുത്ത് കളഞ്ഞിട്ടുള്ളൂ. അതുപോലെ ഫ്രണ്ടിൻ്റെ സ്കേർട്ട് പോർഷനിലും ഫ്രണ്ട് ഓപ്പൺ വരുന്ന ഭാഗത്തൊക്കെ അങ്ങനെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്ലീവ് ഇതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്ത് എടുത്തിട്ട് നമ്മുടെ ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തേക്കുവാണ്. അപ്പോൾ നമ്മൾ ആ പറിച്ചെടുത്ത ഭാഗത്ത് ബീഡ്സ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇതുപോലെ ലേസ് വെച്ച് കൊടുക്കുമ്പോൾ ഫുള്ളായിട്ടും ബീഡ്സിൻ്റെ എഫക്റ്റ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്.
അതുപോലെ ബോഡി പാർട്ട് നമ്മൾ ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ വൺ സൈഡ് പ്രസ് ഫൂട്ട് എടുത്തു വേണം കേട്ടോ ഇത് ജോയിൻ ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതുപോലെ ഒറ്റ സ്റ്റിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഡബിൾ സ്റ്റിച്ചൊക്കെ ചെയ്താൽ നെറ്റാണ് അതുകൊണ്ട് വൃത്തികേടായി പോവും. അപ്പോൾ അതുപോലെ ബോഡി പാർട്ടെല്ലാം ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. യോക്ക് പോർഷനും സ്കർട്ട് പോർഷനും ജോയിൻ ചെയ്തെടുത്തു. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ അവിടെയും നമ്മൾ ബീഡ്സ് പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുത്ത് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കുക. ബാക്ക് നെക്ക് കട്ട് ചെയ്യുന്നില്ല, നമ്മളൊരു കോളർ വരുന്ന മോഡലിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ലേസ് പതിച്ച് വെച്ച് കൊടുക്കുകയാണ്. നമ്മുടെ ഈ സ്കാലപ്പ് പോലെ വരുന്ന പോർഷൻ അകത്തേക്ക് വരാൻ പാകത്തിന് നമ്മൾ ഇതുപോലെ ലേസ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ബാക്ക് നെക്കിൻ്റെ സെൻറ്ററിൽ നിന്ന് രണ്ട് സൈഡിലേക്കും ഒരേ അളവിൽ താഴത്തേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ സെൻറ്ററിൽ നിന്ന് തന്നെയാണ് വെച്ച് കൊടുത്തത്. നമ്മൾ ലേസ് താഴെ നിന്ന് വെച്ച് കൊടുക്കുമ്പോൾ വലിച്ചിൽ എന്തെങ്കിലും ഉണ്ടായാലോ എന്ന് വിചാരിച്ച് സെൻറ്ററിൽ നിന്ന് തന്നെയാണ് വെച്ച് കൊടുത്തത്. ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ഒന്നാമത് മെറ്റീരിയൽ നല്ല വെയിറ്റാണ്. നമ്മൾ മെഷീൻ്റെ പുറത്തേക്ക് ഇടുമ്പോൾ അതിങ്ങനെ തൂങ്ങി പോകും. അതുപോലെ ലേസ് എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു കോളർ പോലെ. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ യോക്ക് പോർഷൻ്റെ അവിടെ വരുന്ന സെൻറ്റർ പോർഷനിൽ ഒന്ന് ജോയിൻ ആയിട്ടിരിക്കാൻ വേണ്ടി ഇതുപോലെ ചേർത്ത് വെച്ച് കൊടുത്തിട്ട് ഞാനൊരു കൊളുത്തും ഹുക്കും വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുത്ത് സൈഡ് ജോയിൻ ചെയ്തെടുത്തു. ഷേപ്പിന് വന്ന ഭാഗം സൂചി കറക്കിയാണ് തയ്ച്ചെടുത്തത്. പിന്നെ വേസ്റ്റിൻ്റെ ഭാഗത്തേക്ക് ഒരു ബെൽറ്റും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വേസ്റ്റിൻ്റെ അവിടെ ഹുക്കൊക്കെ വന്ന ഭാഗം കാണത്തില്ല. പിന്നെ അടിഭാഗം മടക്കി അടിച്ചു കൊടുത്ത് തുന്നി കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഫുള്ള് തുന്നലും നല്ല പണി ഉണ്ടായിരുന്നു. 2 ദിവസത്തെ വർക്കായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ പുതിയ വീഡിയോസും മോഡലുകളും ഒക്കെ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.